ഹലോ മച്ചന്മാർ, അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ കേരള വോയിജർ എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഈ ചാനലിൽ പറയുന്നത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ യാത്രയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ മച്ചന്മാരെ, നിങ്ങൾ കമൻറ്റ് ചെയ്യണ ഏത് സ്ഥലത്തായാലും, കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലായാലും പോയി ഞാൻ വീഡിയോ ചെയ്യും, നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചന്മാരെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് എന്ന സ്ഥലത്തേക്ക്. അവിടേക്ക് എങ്ങനെ പോകാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നോക്കുക. പുളിങ്കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒറ്റൊരു കാര്യമായിരിക്കും അവിടുത്തെ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച്. കാരണം കുറേ സിനിമകളിലും പാട്ടുകളിലും ഈ അടുത്തിറങ്ങിയ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടിൽ വരെ നമുക്ക് ആ പള്ളി കാണാൻ പറ്റും. അപ്പോൾ ആ പള്ളിയിലേക്ക് എങ്ങനെ പോകാം, അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് എങ്ങനെ ഇവിടേക്ക് പോവാം, അതായത് ചിലപ്പോൾ ഈ പള്ളി അറിയണവരുണ്ടായിരിക്കാം, ചിലപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കാം. ഇവിടേക്ക് എങ്ങനെ പോകണം എന്നുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 12:45 കൂടി ആലപ്പുഴ ടു പുളിങ്കുന്നിലേക്ക് ഒരു ബോട്ട് സർവീസ് ഉണ്ട്. ഏകദേശം 30 താഴെ മാത്രമാണ് ഒരാൾക്ക് ചാർജ് വരണത്. ഈ ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് തന്നെ ഈ ആലപ്പുഴ KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡ് ഭാഗത്ത്, അതായത് കുറച്ച് ബാക്കിലായിട്ടാണ് ഈ ബോട്ട് സർവീസ് വരുന്നത്. ഏകദേശം ഒരു 2.5-3.5 മണിക്കൂർ നമുക്ക് കായലിലൂടെ ആ കാഴ്ചകളും എല്ലാം കണ്ട് പുളിങ്കുന്നിലെത്താം. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ആലപ്പുഴയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 മണി 4:25 കൂടി ആ ബോട്ട് തന്നെ പോയ ബോട്ട് തന്നെ തിരിച്ചും പുളിങ്കുന്ന് ടു ആലപ്പുഴയ്ക്ക് സർവീസ് ഉണ്ട്. ഏകദേശം ഈ പറഞ്ഞ പോലെ 2.5-3.5 മണിക്കൂർ തന്നെയാണ് കായലിലൂടെ യാത്ര വരുന്നത്. അപ്പോൾ ഒരു 4:25 കൂടി തുടങ്ങിയ യാത്ര ഒരു ഏകദേശം ഒരു 7 മണി അടുത്താകുമ്പോൾ നിങ്ങൾ തിരിച്ച് വീണ്ടും ആലപ്പുഴയിലെത്തും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബോട്ടിന് പോകണ്ടെന്ന് താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനായിട്ട് KSRTC അവൈലബിൾ ആണ്. അതായത് ആലപ്പുഴ ടു പുളിങ്കുന്നും തിരിച്ചും അതുപോലെ തന്നെ KSRTC അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.